ഹലോ ഓൾ, വെൽക്കം ടു KS മെന്റർ. ഞാൻ രേഷ്മ, KS മെന്ററിലെ ലൈഫ് സയൻസ് ഫാക്കൽറ്റി. എല്ലാവർക്കും PSC മെന്ററിന്റെ SCERT സീരീസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഏതൊരു PSC എക്സാമിനാണെങ്കിലും SCERT പുസ്തകങ്ങൾ വായിച്ചിരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്, അല്ലേ? ഏത് എക്സാമിന് പോവുകയാണെന്നെങ്കിലും 10th ലെവൽ മുതൽ നമുക്ക് അങ്ങോട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള ബാക്കി എല്ലാ എക്സാംസിനും തന്നെ SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്, അല്ലേ? മാറിയ PSC രീതികൾക്കനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇപ്പം PSCയുടെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും നമ്മുടെ SCERT ടെക്സ്റ്റിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്സിന്റെ കോപ്പി പേസ്റ്റ് ആയിട്ട് പലതും വരാറുണ്ട്. ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് SCERT എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ സീരീസിലൂടെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൽ നിന്നുള്ള അടിസ്ഥാന ശാസ്ത്ര പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവിത രഹസ്യങ്ങൾ എന്നതാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ജീവശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഏറ്റവും അടിസ്ഥാനമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് സെല്ല് അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്, അല്ലേ? ഏതൊരു ജീവിയുടെയും അടിസ്ഥാന ഘടകമാണ് നമ്മുടെ കോശം എന്ന് പറയുന്നത്. അപ്പൊ കോശത്തിനകത്ത് എന്തൊക്കെയുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ വളരെ ചുരുക്കിയാണ് നമ്മുടെ SCERT ടെക്സ്റ്റിൽ ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഇവിടെ കോശത്തിന്റെ കണ്ടുപിടുത്തത്തിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഏതൊരു വസ്തുവായാലും അത് കണ്ടെത്തിയത് ആരാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പൊ കോശം കണ്ടെത്തിയത് ആരാണ്, കോശത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്, കോശ സിദ്ധാന്തം ആരാണ് കണ്ടെത്തിയത്, ഈ വക കാര്യങ്ങളെല്ലാം PSC പല തവണയായിട്ട് മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് നോക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം, ആരാണ് നമ്മുടെ കോശം കണ്ടെത്തിയത്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് കോശത്തിനെ ആദ്യമായിട്ട് നിരീക്ഷിക്കുന്നത്. അപ്പൊ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഈ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം എന്താണ് ചെയ്തത്? കോർക്ക്, നമ്മൾ കോർക്ക് എന്ന് വിളിക്കുന്ന ആ വസ്തുവിനെ അദ്ദേഹം നമ്മുടെ സാധാരണമായിട്ടുള്ള ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചപ്പോഴത്തേക്കും അതിൽ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ചെറിയ 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 കോളങ്ങൾ കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ചെറിയ 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 കോളങ്ങൾ പോലെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട്. ഹണി കോമ്പിന്റെ സ്ട്രക്ചർ, അതായത് നമ്മൾ തേനീച്ചക്കൂട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കോളമായിട്ട് നമ്മൾ കാണാറില്ലേ? അതുപോലെ ഒരു സ്ട്രക്ചറിൽ അദ്ദേഹത്തിന് ആ ഒരു കോർക്ക് നിരീക്ഷിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതെന്താണ് എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം ഈ ചെറിയ സുഷിരങ്ങളായിട്ട് കണ്ട ഈ വസ്തുക്കളെ അദ്ദേഹം സെൽ എന്ന് വിളിക്കുകയുണ്ടായി. എന്തെന്നാണ് അദ്ദേഹം വിളിച്ചത്? സെൽ എന്നാണ് വിളിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെല്ല് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി അല്ലെങ്കിൽ സ്മോൾ റൂം എന്നാണ് നമ്മൾ ഈ സെൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകൾ പോലെ, നമ്മുടെ ഹണി കോമ്പിലൊക്കെ കാണുന്നത് പോലെ, തേനീച്ചയുടെ കൂടി കാണുന്നത് പോലെ ചെറിയ ചെറിയ കോളങ്ങൾ പോലെ ഈ ഒരു ചെടിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കോർക്കിൽ അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലായി, ചെടികളിൽ, നമ്മുടെ സസ്യങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കോളങ്ങൾ പോലെ എന്തോ ഒരു വസ്തു ഉണ്ട്. നമ്മളിപ്പം ആ സ്റ്റേജിൽ നിൽക്കുന്നതേ ഉള്ളൂ. അത് എപ്പോഴാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്? 1800കളിലാണ് ഇദ്ദേഹം നമ്മുടെ സെല്ല് കണ്ടെത്തുന്നത്. അതിനുശേഷം നമ്മൾ എന്തോരം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അദ്ദേഹം നിരീക്ഷിച്ചത് നമ്മുടെ ജീവൻ ഇല്ലാത്ത കോശങ്ങളെയാണ്, ഇല്ലേ? കോർക്കിലൊക്കെ കാണുന്ന കോശങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള കോശങ്ങളല്ല, അവ മരിച്ചുപോയ ജീവന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത കോശങ്ങളാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ജീവനുള്ള ഒരു കോശത്തിനെ ആദ്യമായിട്ട് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് നമുക്കിവിടെ SCERT ടെക്സ്റ്റിൽ തന്നിട്ടില്ല, എന്നാലും നിങ്ങൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വെച്ചിരിക്കുക. ആദ്യമായിട്ട് നമുക്ക് ജീവനുള്ള ഒരു കോശത്തിനെ ആദ്യമായിട്ട് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആന്റൺ വോൺ ല്യൂവൻഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ആന്റൺ വോൺ ല്യൂവൻഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ജീവനുള്ള കോശങ്ങളെ കണ്ടെത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം നമ്മൾ 1831 റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞൻ നമ്മുടെ കോശത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തുകയുണ്ടായി.
നമുക്കറിയാം നമ്മുടെ കോശത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ്. ലൈക്ക് നമ്മുടെ കോശത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കോശത്തിന്റെ മർമ്മമാണ്. അപ്പോൾ ഈ കോശമർമ്മത്തിനെ ആദ്യമായിട്ട് 1831 റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. ഓക്കെ, റോബർട്ട് ബ്രൗണും റോബർട്ട് ഹുക്കും തമ്മിൽ തിരിഞ്ഞു പോയത്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെല്ല് കണ്ടെത്തിയ അല്ലെങ്കിൽ നമ്മുടെ കോശം കണ്ടെത്തിയ കോശം ആദ്യമായിട്ട് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. ഇനി റോബർട്ട് ബ്രൗൺ ആരാണ്? ആദ്യമായിട്ട് ന്യൂക്ലിയസ്, കോശത്തിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശത്തിന്റെ മർമ്മം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് കോശ സിദ്ധാന്തമാണ്. എന്താണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്? കോശങ്ങൾ നമുക്കറിയാം, നമ്മളിപ്പം ഒരു കോശം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പല പല കോശങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അതിനെയെല്ലാം കുറിച്ച് വിശദീകരിക്കുന്നതാണ് നമ്മുടെ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്താണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്? 2 പോയിന്റുകളാണ് നമ്മുടെ കോശ സിദ്ധാന്തത്തിൽ പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് മനുഷ്യരായാലും ജീവജാലങ്ങളായാലും ഉണ്ടായിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ് മനുഷ്യരെ ആയാലും ജന്തുജാലങ്ങളെ ആയാലും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോശത്തിൽ നിന്ന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ ഒരു കോശം ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഇതിങ്ങനെ ആവിഷ്കരിച്ച് ഒരു കോശ സിദ്ധാന്തമായിട്ട് ആവിഷ്കരിച്ച് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് 1838 MJ ഷ്ലീഡൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, മത്തിയാസ് ഷീൽഡൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുകയുണ്ടായി സസ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടിട്ടാണ്. MJ ഷ്ലീഡൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്താണ് പറഞ്ഞത്? സസ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, സസ്യങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 1839 തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തൊട്ടടുത്ത വർഷം മറ്റൊരു പ്രസ്താവന കൊണ്ടുവരിക ജന്തു ശരീരങ്ങൾ, അതായത് ഏതു ജന്തുവിന്റെ ആയാലും ശരീരങ്ങൾ ഉണ്ടാക്കിയത്, ഏതൊരു അനിമലിന്റെ ആയാലും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങളാലാണ് എന്ന് അദ്ദേഹവും പറയുകയുണ്ടായി. അപ്പൊ സസ്യങ്ങളുമായി ജന്തുക്കളുമായി ഇല്ലേ? അപ്പോ അങ്ങനെ ഇതിനെ രണ്ടിനെയും കൂടെ ഏകീകരിച്ചുകൊണ്ട് ആദ്യമായി ഒരു കോശ സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്. എന്തായിരുന്നു ആ കോശ സിദ്ധാന്തത്തിന്റെ പറയുന്നത്? എന്തായിരുന്നു കോശ സിദ്ധാന്തത്തില്? എല്ലാ ജീവജാലങ്ങളും, സസ്യങ്ങളായാലും ജന്തുക്കളായാലും അനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങളാലാണ് എന്ന് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം 1858 ഇതിനൊരു മോഡിഫിക്കേഷൻ വരികയാണ്. ഇതിനെ ഒന്ന് നമ്മൾ പുനരാവിഷ്കരിച്ചു. എന്തായിരുന്നു ഇതിന് കാരണം? സസ്യങ്ങളായാലും ജന്തുക്കളായാലും കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി. പക്ഷെ എങ്ങനെയാണ് ഈ കോശങ്ങൾ ഉണ്ടായത്? അതിനൊരു എക്സ്പ്ലനേഷൻ, അതിനൊരു വിശദീകരണം അപ്പോഴും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 1858 റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുകയുണ്ടായി. അദ്ദേഹം മറ്റൊരു പോയിന്റ് കൂടെ അതിലേക്ക് കൂട്ടിച്ചേർത്തു. എന്തായിരുന്നു അത്? മുന്നേ ഉള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയതായിട്ട് മറ്റൊരു കോശം ഉണ്ടായി വരുന്നുള്ളൂ ഇല്ലേ? ഇപ്പൊ നമ്മളുടെ കാര്യം തന്നെ എടുക്കുക. ആദ്യമായിട്ട് സൈഗോട്ട് എന്ന് പറയുന്നത്, ഭ്രൂണം എന്ന് പറയുന്നത് ഒരൊറ്റ കോശമാണ് ഇല്ലേ? ഒരൊറ്റ കോശത്തിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വളർന്നു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കോശം ആ ഒരു സൈഗോട്ടിൽ നിന്ന്, ആ ഒരു ഏക കോശത്തിൽ നിന്ന് നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് നമ്മളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? മുന്നേ ഉണ്ടായിരുന്ന ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയതായിട്ട് ഒരു കോശം ഉണ്ടാകുന്നുള്ളൂ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ അടുത്തതായിട്ട് കോശത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കോശത്തിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖയ്ക്ക് നമ്മളൊരു പേര് പറയുന്നുണ്ട്, സൈറ്റോളജി. എന്താണ് സൈറ്റോളജി എന്ന് പറയുന്നത്? കോശത്തിനെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ ദ സ്റ്റഡി ഓഫ് സെൽ ഇസ് നോൺ ആസ് സൈറ്റോളജി. ഓക്കെ, അപ്പോൾ നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 8th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ PSC എക്സാമിനാണെന്നുണ്ടെങ്കിൽ കുറെ കൂടിയൊക്കെ അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഏത് എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത് എന്നതിനനുസരിച്ച് അറിവിന്റെ ആഴം കൂടിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് ഇപ്പം ഈ ടെക്സ്റ്റിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കോശത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ എന്തൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? നമുക്ക് പുറമേ നിന്ന് അകത്തോട്ട് വരാം.
ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് ഒരു സസ്യകോശമാണ്. എന്തുകൊണ്ടാണ് ഇത് ഞാനൊരു സസ്യകോശമാണ് എന്ന് പറയാനുള്ള കാരണം ഈ കോശത്തിൽ നമ്മളിവിടെ കോശഭിത്തി കാണുന്നുണ്ട്, ഇല്ലേ? കോശഭിത്തി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ജന്തുകോശങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ ഈ കോശഭിത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം കോശഭിത്തി ഉള്ളത് നമ്മുടെ സസ്യങ്ങളിലും അതുപോലെ തന്നെ ഫംഗസിലുമൊക്കെയാണ് നമുക്ക് കോശഭിത്തി കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കോശഭിത്തി പോലെ തന്നെ വാക്യൂളുകൾ അല്ലെങ്കിൽ ഫേനം എന്ന് പറയുന്നതും നമുക്ക് ജന്തു ശരീരങ്ങളിൽ അങ്ങനെ കൂടുതലായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് സസ്യകോശങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ ഫേനം എന്ന് പറയുന്നത് ആ കോശത്തിന്റെ ഒരു ഭൂരിഭാഗം പോർഷനും കവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ സസ്യങ്ങളിൽ മാത്രമേ ഇത് കാണാനായിട്ട് പറ്റുള്ളൂ. ജന്തുക്കളിൽ നമുക്ക് ഇത്രയും പ്രൊമിനന്റ് ആയിട്ടുള്ള ഫേനം ഒന്നും കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ ജന്തു ശരീരവും അതുപോലെ തന്നെ സസ്യ ശരീരവും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ പറയുകയുണ്ടായി. എന്താണ് ഈ കോശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? കോശഭിത്തിയുടെ പ്രസൻസ്, കോശഭിത്തി കാണപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കോശസ്തരമുണ്ട്. കോശഭിത്തിയാണ് ഏറ്റവും പുറമേയുള്ള പാളി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കോശസ്തരവും കാണാനായിട്ട് പറ്റും. കോശഭിത്തിയുണ്ട്, കോശസ്തരമുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻ എന്താണ് ഇത് രണ്ടും ചെയ്യുന്നത്? നമുക്ക് കോശഭിത്തി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭിത്തി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു വാള് ഇല്ലേ, ചുമര് പോലെ. നമ്മൾ എന്തിനാണ് നമ്മുടെ വീടിന് ചുറ്റും വാള് കെട്ടുന്നത്? നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടില്ലേ? പുറമേ ഉള്ള സാധനങ്ങളൊന്നും അകത്തോട്ട് അത്ര പെട്ടെന്ന് കയറി വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാള് കെട്ടി അടയ്ക്കുന്നത്, ഭിത്തി കെട്ടി അടയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇല്ലേ? ഇവിടെയും അതുപോലെ തന്നെയാണ്. നമുക്ക് കുറെ കൂടി പ്രൊട്ടക്ഷൻ, കോശഭിത്തി എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഈ കോശത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എത്രയോ നിലകളോളം പോകുന്ന സസ്യങ്ങളുണ്ട് ഇല്ലേ? അവർക്ക് അങ്ങനെ ഉയർന്നു തന്നെ അങ്ങനെ നിൽക്കാനായിട്ട് സഹായിക്കുന്നത് ഈ കോശഭിത്തിയാണ്. അവർക്ക് അത്രയും സ്ട്രെങ്ത് ഓരോ കോശത്തിനും, സസ്യത്തിന്റെ ഓരോ കോശത്തിനും ആ ഒരു ആരോഗ്യം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത് എന്താണ്? ഈ ഒരു കോശഭിത്തിയാണ്. ഇനി കോശസ്തരം എന്താണ്? കോശസ്തരവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. എന്താണ് കോശസ്തരം ചെയ്യുന്നത്? നമുക്ക് ആ ഒരു സെല്ലിന് നമുക്കൊരു പുറം പാളിയായിട്ട് നമ്മുടെ ഈ കോശസ്തരം നിൽക്കുന്നുണ്ട്. ഇനി ഈ കോശസ്തരമാണ് നമ്മുടെ ഈ കോശത്തിനകത്തോട്ട് എന്ത് കയറണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഒരു കോശത്തിൽ നിന്ന് പുറത്തോട്ട് എന്തെങ്കിലും സാധനം പോകണോ അല്ലെങ്കിൽ അകത്തോട്ട് എന്തെങ്കിലും സാധനം കയറണോ, ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കോശസ്തരത്തിന് പല രീതിയിലുള്ള മെക്കാനിസംസ് ഉണ്ട്, പല പ്രക്രിയകളുണ്ട്. അതൊക്കെ നിങ്ങൾ മറ്റുള്ള ചാപ്റ്ററുകളിലായിരിക്കും പഠിക്കുക. എന്തായാലും കോശസ്തരം എന്ത് ചെയ്യുന്നുണ്ട്? പുറമേ നിന്നുള്ള സാധനങ്ങളെ എല്ലാം അകത്തോട്ട് കടത്തി വിടണ്ടയോ എന്ന് നിശ്ചയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വേറെ കുറെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. മറ്റൊരു കാര്യമാണ് മർമ്മം എന്ന് പറയുന്നത് ഇല്ലേ? കോശത്തിന് ഒരു മർമ്മമുണ്ട്, നമ്മുടെ ആറ്റത്തിന് ഒരു മർമ്മമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കോശത്തിനും ഒരു മർമ്മമുണ്ട്. ഈ മർമ്മമാണ് നമ്മുടെ കോശത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മുടെ കോശം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ കോശമർമ്മമാണ്. കാര്യം എന്താണ്? ഈ കോശമർമ്മത്തിനുള്ളിലാണ് നമ്മുടെ DNA ഇരിക്കുന്നത്, നമ്മുടെ ജനിതക വസ്തു ഇരിക്കുന്നത്. ഈ ജനിതക വസ്തുവാണ് നമ്മൾ എപ്പോൾ എങ്ങനെ പെരുമാറണം, നമുക്ക് ഏത് അസുഖം ഏത് സമയത്ത് വരും, ഈ വക കാര്യങ്ങളെല്ലാം കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു കോശമർമ്മത്തിനുള്ളിലിരിക്കുന്ന DNA-ക്കുള്ളിലാണ്. എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം ഇന്ന സമയത്ത് ഇന്ന ഹോർമോൺ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന എൻസൈം ഇതെല്ലാം നിർമ്മിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കോശമർമ്മത്തിനുള്ളിലിരിക്കുന്ന DNA വിചാരിക്കണം, എങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കോശസ്ഥലം നോക്കി, കോശഭിത്തി നോക്കി, കോശമർമ്മം നോക്കി. ഇനി മറ്റു കുറേ അധികം സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണിതൊക്കെ? ഇതിനെയാണ് നമ്മൾ കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ് കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്? ഒരു പ്രത്യേക പ്രവർത്തനം, ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന വസ്തുക്കളെ നമ്മൾ കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കോശത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, ഊർജം ഉണ്ടാക്കണം. ഊർജം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കൈ ഒന്ന് പൊക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൈക്ക് അതിനുള്ള ഊർജം വേണം. ആ ഊർജം എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എൻ്റെ കോശത്തിനുള്ളിലിരിക്കുന്ന
മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ആ ഒരു കോശാംഗം എനിക്ക് ആവശ്യമുള്ള ഊർജം അവിടെ തരുന്നുണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന കോശാംഗം ഉണ്ട് നമുക്ക്. എന്താണ് അതിന്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്? ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് മൈറ്റോകോൺട്രിയയുടെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. നമുക്കിവിടെ ഇങ്ങനെ സാക്ക് പോലെ ഇങ്ങനെ മെംബ്രെയിൻ പോലെ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണ് ഇല്ലേ? ചെറിയ സ്ഥലസഞ്ചികൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കോശാംഗമാണ് നമ്മുടെ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കോശാംഗമാണ് റൈബോസോം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ റൈബോസോം എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ ഫംഗ്ഷനായിട്ട് അതെന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? മാംസ്യ സംശ്ലേഷണം എന്താണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് റൈബോസോം എന്ന് പറയുന്ന ഈ ഒരു കോശാംഗമാണ്. നമുക്കറിയാം പ്രോകാരിയോട്ടിക് കോശങ്ങളുണ്ട്, അതുപോലെ തന്നെ യൂകാരിയോട്ടിക് കോശങ്ങളും ഉണ്ട് അല്ലേ? പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഒരു മർമ്മമില്ലാത്ത കോശങ്ങളെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കുക. എന്താണ് ഈ പ്രോകാരിയോട്ടിക് കോശങ്ങളുടെ പ്രത്യേകത? അവർക്ക് കൃത്യമായിട്ട് ഒരു മർമ്മമില്ല. അവർക്ക് ഒരു ജനിതക വസ്തു ഉണ്ടാവും, പക്ഷെ ആ ജനിതക വസ്തുവിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ മർമ്മം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ അവയെ പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. ഇനി യൂകാരിയോട്ടിക് കോശം എന്താണ്? അവയ്ക്ക് ചുറ്റും അവയുടെ ജനിതക വസ്തുവിന് ചുറ്റും കൃത്യമായിട്ട് ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോട് കൂടി സ്ഥലത്തോട് കൂടിയ കൃത്യമായിട്ടുള്ള ഒരു മർമ്മം, ഒരു കോശ മർമ്മം നമുക്ക് യൂകാരിയോട്ടിക് കോശങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ പ്രോകാരിയോട്ടിക് കോശങ്ങളിലായാലും യൂകാരിയോട്ടിക് കോശങ്ങളിലായാലും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു കോശാംഗമാണ് ഈ റൈബോസോം എന്ന് പറയുന്നത്. പ്രോകാരിയോട്ടിക് കോശങ്ങളിലെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് അവർക്ക് സ്തരങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള കോശാംഗങ്ങൾ കാണാൻ സാധിക്കില്ല ആ കോശങ്ങളിൽ. എന്നാൽ അവയിൽ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? റൈബോസോം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൈബോസോം എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ടിക് കോശങ്ങളിലായാലും യൂകാരിയോട്ടിക് കോശങ്ങളിലായാലും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു കോശാംഗമാണ് ഈ റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കോശാംഗം ഇവിടെ എഴുതിയിട്ടുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? പലപ്പോഴും കോശമർമ്മത്തിന്, ഇവിടെ ആ കോശമർമ്മം ഇങ്ങനെ ഇരിപ്പുണ്ട്, ഈ ഒരു കോശമർമ്മത്തിനോട് ചേർന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എന്താണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ പലപ്പോഴും നമ്മുടെ കോശമർമ്മത്തിനോടൊപ്പം ചേർന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ഈ ഒരു കോശാംഗം. ഇനി മറ്റൊരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ്? ഹരിതകണം. എന്താണ് ഈ ഹരിതകണം എന്ന് പറയുന്നത്? നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ് ഇല്ലേ? ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സസ്യകോശമാണ് ഇല്ലേ? സസ്യകോശത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവയിൽ ജൈവ കണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ജൈവ കണങ്ങൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിഡുകളെയാണ് നമ്മൾ പറയുന്നത്. പല തരത്തിലുള്ള പ്ലാസ്റ്റിഡുകൾ നമുക്ക് ഒരു സസ്യകോശത്തിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. അതിലൊരു തരത്തിലുള്ള ജൈവ കണമാണ് ഈ ഹരിതകണം എന്ന് പറയുന്നത്. ഹരിതകണം അല്ലെങ്കിൽ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ നടക്കുന്നത് നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണമാണ് ഈ ഒരു ഹരിതകണത്തിൽ നടക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഭൂമിയെ മുഴുവൻ താങ്ങി നിർത്താനുള്ള ഊർജം, ഭക്ഷണം അവിടെ നിന്നാണ് വരുന്നത് ഇല്ലേ? നമ്മുടെ പ്രകൃതിയെ മുഴുവൻ താങ്ങി നിർത്താനുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നിട്ടാണ്? ഈ സസ്യകോശത്തിനുള്ളിലുള്ള ഹരിതകണത്തിൽ നിന്നാണ്. കാര്യം എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഏതൊരു എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ആവാസ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാലും അവിടെ പ്രൊഡ്യൂസറുകളായിട്ട് നിൽക്കുന്നത്, അവിടെ ഊർജം പ്രാഥമികമായിട്ട് നൽകുന്നത് ഏതാണ്? സസ്യങ്ങളാണ് ഇല്ലേ? സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തി അവയെ ആഗിരണം ചെയ്ത് ഭക്ഷണം പാകം ചെയ്യാൻ കഴിവുള്ളതാണ് നമ്മുടെ സസ്യങ്ങളില്ലേ? ആ സസ്യങ്ങൾക്ക് ആ കഴിവ് കൊടുക്കുന്നത് എന്താണ്? ഈ ഹരിതകണങ്ങളാണ്. അപ്പൊ ഈ ഹരിതകണങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, ഈ സസ്യങ്ങളിൽ ഇരിക്കുന്ന ഈ ഹരിതകണത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ ലോകം മുഴുവൻ ഇരിക്കുന്നത്. കാര്യം എന്താണ്? നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സസ്യങ്ങളെ ഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സസ്യകോശത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിലുകളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം. ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത്
ജീവദ്രവ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ജീവദ്രവ്യം എന്ന് പറയുന്നത്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ വസ്തുക്കളെയും ചേർത്ത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നറിയപ്പെടുന്നു. കോശസ്തരം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോശത്തിന് പുറമേയുള്ള ഒരു ആവരണമായിട്ട് ആക്ട് ചെയ്യുന്ന, ആവരണമായിട്ട് അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് നമ്മുടെ കോശസ്തരമാണ്. ഈ കോശസ്തരത്തിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് വിളിക്കുന്നത്. ഇനി ഈ ജീവദ്രവ്യത്തിനുള്ളിൽ തന്നെ നമ്മൾ ജീവദ്രവ്യം എന്ന് പറയുന്നത് ആ ഒരു കോശസ്ഥലത്തിനുള്ളിലെ എല്ലാ സാധനങ്ങളും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? കോശമർമ്മം ഉൾപ്പെടുന്നുണ്ട്, ഇല്ലേ? ഇനി ഈ ജീവദ്രവ്യത്തിലെ കോശമർമ്മം ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ എന്തെന്ന് വിളിക്കും? കോശദ്രവ്യം എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. കോശദ്രവ്യവും ജീവദ്രവ്യവും തമ്മിൽ. എന്താണ്? ജീവദ്രവ്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോശമർമ്മത്തിനെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്, കോശദ്രവ്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോശമർമ്മത്തിനെ ഉൾപ്പെടുത്തുന്നില്ല. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ കോശാംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇല്ലേ? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമുക്ക് നമ്മുടെ കോശത്തിന് ഒരുപാട് ജീവധർമ്മങ്ങളുണ്ട്, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോശം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളെ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഘടകങ്ങൾ നമ്മുടെ കോശത്തിൽ കാണുന്നുണ്ട്. അവയെയാണ് നമ്മൾ കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിക്കളയാം. എന്താണ്? നമ്മുടെ വിവിധ തരം കോശാംഗങ്ങൾ, പലതരത്തിലുള്ള കോശാംഗങ്ങൾ നമ്മുടെ കോശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവയിൽ ചിലതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ തന്നെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? മൈറ്റോകോൺട്രിയോൺ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയ എന്ന കോശാംഗം. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന കോശാംഗമാണ്. എന്തിന്റെ രൂപത്തിലാണ് മൈറ്റോകോൺട്രിയ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്? മൈറ്റോകോൺട്രിയ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ATP രൂപത്തിലാണ്, ഇല്ലേ? ATP രൂപത്തിൽ. എന്താണ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATP എന്ന് പറയുന്നത്. നമ്മുടെ കോശത്തിന്റെ എനർജി കറൻസി എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? ഈ ATP ആണ്. എന്തുകൊണ്ടാണ്? ഈ ATP വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ഊർജം കിട്ടുന്നത് ഈ ATPയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവയെ എന്തെന്ന് വിളിക്കുന്നു? കോശത്തിനുള്ളിലെ എനർജി കറൻസി എന്ന് വിളിക്കപ്പെടുന്നു. ഇനി കോശത്തിലെ ഊർജ നിലയം, പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഈ മൈറ്റോകോൺട്രിയോൺ ആണ്. എന്തുകൊണ്ടാണ് പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്ന് വിളിക്കുന്നത്? ഊർജം ഉണ്ടാക്കപ്പെടുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. തീർച്ചയായിട്ടും നമുക്ക് മൈറ്റോകോൺട്രിയയെ ഊർജ നിലയം എന്ന് അതുകൊണ്ട് തന്നെ വിളിക്കാം, ഇല്ലേ? അപ്പോ ഇനി കോശത്തിലെ ഊർജ നിലയം ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത് ഏതാണ്? ഈ മൈറ്റോകോൺട്രിയയാണ്. എന്താണ്? ഊർജം നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഊർജം അത് സംഭരിച്ചു വെക്കുന്നുമുണ്ട്. ഇനി ഈ മൈറ്റോകോൺട്രിയ അടങ്ങിയ കോശങ്ങൾ എവിടെയൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ? എല്ലാ കോശങ്ങളിലും ഉണ്ട്, എന്നാലും ചില കോശങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. എവിടെയൊക്കെയാണ്? ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഊർജാവശ്യം കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ലേ? ഊർജാവശ്യങ്ങൾ കൂടുതലായിട്ടുള്ള അവയവങ്ങൾ നമുക്കുണ്ട്. കരള് നമ്മുടെ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെയും സെന്റർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു അവയവങ്ങളിൽ ഒന്നാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ഊർജവും ആവശ്യമാണ്. അപ്പൊ കരളിലെ കോശങ്ങളിൽ നമുക്ക് മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പൊ ഈ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്രെയിനിലെ കോശങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് മൈറ്റോകോൺട്രിയ കാണാനായിട്ട് പറ്റും. മറ്റുള്ള അവയവങ്ങളെക്കാളും കൂടുതൽ ഇവിടങ്ങളിലൊക്കെ നമുക്ക് മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ പേശികൾ, ഇല്ലേ? നമുക്ക് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഈ കൈ ഇങ്ങനെ അനക്കുന്നുണ്ടെങ്കിൽ ഈ കൈ ഇങ്ങനെ അനക്കാൻ വേണ്ടി എനിക്ക് എന്ത് വേണം? മൈറ്റോകോൺട്രിയ വേണം. മൈറ്റോകോൺട്രിയ തരുന്ന ഊർജം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പേശികളിൽ എന്ത് കൂടുതലായിട്ട് കാണാൻ സാധിക്കും? മൈറ്റോകോൺട്രിയ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം.
എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ഫോമിൽ ER എന്ന് വിളിക്കുന്ന ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഒരു സ്ഥലത്ത് നിന്ന് കോശത്തിനുള്ളിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വസ്തുവിന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കും. അതുപോലെ തന്നെ ഇനി കോശത്തിനുള്ളിലുള്ള ഒരു സാധനത്തിന് കോശത്തിന്റെ വെളിയിലോട്ട് പോകണം എങ്കിലും ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കും. ഓക്കെ, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പദാർത്ഥ സംവഹനം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. നമുക്കറിയാം, ഈ നമ്മൾ നേരത്തെയുള്ള പിക്ചറിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരുപാട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വളഞ്ഞ് 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 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മുടെ കോശത്തിന് ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്, ഒരു കരുത്ത് കൊടുക്കുന്നുണ്ട്. ആ കരുത്ത് കൊടുക്കുന്നതിനാൽ തന്നെ നമുക്ക് കോശാസ്ഥികൂടം എന്ന് വിളിക്കാം. നമ്മുടെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്ഥികൂടം നമുക്ക് ഒരു സ്ട്രെങ്ത് തരുന്നുണ്ട്, ഇല്ലേ? അതേ സ്ട്രെങ്ത് ഓരോ കോശത്തിലും നൽകുന്നത് എന്താണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൈബോസോം എന്ന് പറയുന്ന കോശാംഗം. അവിടെ എന്താണ് നടക്കുന്നത്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്, അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ റൈബോസോം ആണ്. റൈബോസോം എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് കുറെ കൂടെ ഡീറ്റെയിൽസ് നമുക്ക് +1 ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ് നോക്കുന്നത്. നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോവാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ എന്ന് പറയുന്ന ആ ഒരു കോശാംഗം. എന്താണ് ഫേനം എന്ന് പറയുന്നത്? ഫേനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആവരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ആവരണമാണ്. ആ ഒരു ആവരണത്തിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ഫേനം എന്ന് പറയുന്ന ഈ ഒരു കോശാംഗം. ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ LDയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ തൊട്ട് കഴിഞ്ഞ LD മെയിൻസ് എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു, ഫേനത്തിന്റെ ആവരണത്തിനെ എന്താണ് പറയുന്നത് എന്ന്. ഉത്തരം ടോണോപ്ലാസ്റ്റ് എന്നാണ്, അല്ലേ? അപ്പോൾ ഈ ടോണോപ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നോക്കാം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് നമ്മുടെ ഈ ഫേനമാണ്. ഒരു സസ്യ ശരീരത്തിനുള്ളിൽ, ഒരു സസ്യകോശത്തിനുള്ളിൽ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിച്ചു വെക്കുന്നത് ഈ ഒരു ഫേനമാണ്. ഈ പറഞ്ഞ വസ്തുക്കൾ, ജലമായാലും ലവണമായാലും വിസർജ്യ വസ്തുക്കളായാലും, ഇവയുടെ എല്ലാത്തിൻ്റെയും ഗാഢത, കോൺസെൻട്രേഷൻ ഈ ഒരു ഫേനത്തിനുള്ളിൽ കൂടുതലായിരിക്കും. ഫേനത്തിനുള്ളിൽ ഈ പറഞ്ഞ സാധനങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സാധാരണ എന്ത് സംഭവിക്കണം? കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന്, ഗാഢതാക്രമം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വസ്തുക്കൾ പോകണം. പക്ഷേ ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആവരണം അങ്ങനെയുള്ള ആ ഒരു പോക്കിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവയെ സവിശേഷ സ്ഥലം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എന്താണ് പറഞ്ഞത്? ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സവിശേഷ ആവരണമാണ് ഈ ഒരു ഗാഢതാക്രമത്തിന് വിപരീതമായിട്ട് വസ്തുക്കളെ ഈ ഫേനത്തിനുള്ളിൽ തന്നെ നിർത്താനായിട്ട് സഹായിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് ഗോൾജി കോംപ്ലക്സ്. എന്താണ് ഗോൾജി കോംപ്ലക്സ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തരസഞ്ചികളാക്കുന്നു. നമുക്ക് ഒരു കോശത്തിനുള്ളിൽ ആവശ്യമായിട്ടുള്ള പാക്കിംഗ് നടക്കുന്നത് എവിടെയാണ്? ഗോൾജി കോംപ്ലക്സിനുള്ളിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രാസാഗ്നികൾ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ കോശത്തിനുള്ളിൽ ഒരുപാട് രാസാഗ്നികൾ ഉണ്ടാക്കുന്നുണ്ട്, ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശ്ലേഷ്മ രസം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ എല്ലാത്തിനെയും പാക്ക് ചെയ്ത് വിടുന്നത് നമ്മുടെ ഈ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു കോശാംഗമാണ്. ഇനി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഗോൾജി കോംപ്ലക്സിനെ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്? നമുക്കറിയാം, ഗ്രന്ഥി കോശങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള സ്രവങ്ങൾ വരാറുണ്ട്, ഹോർമോണുകൾ വരാറുണ്ട്. ഇതിനെ എല്ലാത്തിനെയും പാക്ക് ചെയ്ത് വിടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ ഒരു ഗോൾജി കോംപ്ലക്സ് വേണം. അതുകൊണ്ട് തന്നെ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് ഗോൾജി കോംപ്ലക്സിനെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ കരളിലും തലച്ചോറിലും ഉള്ള കോശങ്ങളിൽ കൂടുതലായിട്ട് എന്ത് കാണാൻ സാധിക്കും? മൈറ്റോകോൺട്രിയ
കാണാൻ സാധിക്കും ഇല്ലേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കോശത്തിന്റെ ഏറ്റവും സെൻട്രൽ പോർഷൻ, നമ്മുടെ കോശത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കോശമർമ്മത്തിനെ കുറിച്ച് പഠിക്കാണ് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇല്ലേ? അപ്പോൾ നമ്മുടെ ഈ കോശമർമ്മം എന്താണ്? കോശമർമ്മത്തിൽ എന്തെല്ലാം ഭാഗങ്ങളുണ്ട്, ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ കോശമർമ്മത്തിനെ പൊതിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു മർമ്മസ്തരം കാണാനായിട്ട് സാധിക്കും. ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ നമ്മുടെ ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കാണാനായിട്ട് പറ്റും. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് ഈ ഒരു മർമ്മസ്തരം എന്ന് പറയുന്നത്. ഇരുപാളികൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡബിൾ മെംബ്രെയിൻ, 2 പാളികൾ നമ്മുടെ മർമ്മസ്തരത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ മർമ്മസ്തരം എന്ന് പറയുന്നതാണ് മർമ്മത്തിനെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് നമ്മുടെ മർമ്മസ്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മർമ്മസ്തരമുണ്ട് ഇല്ലേ? ഇനി ഈ മർമ്മസ്തരത്തിൽ കാണുന്ന സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. മർമ്മരന്ധ്രം എന്താണ് ചെയ്യുന്നത്? മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംഭവത്തിന് സഹായിക്കുന്നത് ഈ ഒരു മർമ്മരന്ധ്രമാണ്. അകത്തോട്ട് എന്തെങ്കിലും സാധനം കയറണമെന്നുണ്ടെങ്കിലും അത് മർമ്മരന്ധ്രത്തിലൂടെ നടക്കും. അതുപോലെ തന്നെ പുറത്തേക്ക് എന്തെങ്കിലും സാധനം പോകണം എന്നുണ്ടെങ്കിൽ അതും ഏത് വഴിയാണ് പോകുന്നത്? മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോറിലൂടെ ആയിരിക്കും പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? മർമ്മദ്രവ്യമാണ് ഇല്ലേ? അപ്പൊ നമ്മൾ പുറം പാളി പഠിച്ചു. പാളിയുടെ അകത്തായിട്ട് ഇനി അടുത്ത് എന്താണുള്ളത്? മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. എന്താണ് ഈ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് നമ്മുടെ മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. ഇനി മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും എവിടെ കാണപ്പെടുന്നു? ഈ മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്നു. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് നമ്മുടെ മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് മർമ്മകവും അതുപോലെ തന്നെ ക്രൊമാറ്റിൻ ജാലികയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഈ മർമ്മകം എന്ന് പറയുന്നത്? ന്യൂക്ലിയോലസ്. നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ന്യൂക്ലിയസിനകത്തുള്ള സാധനമാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ പ്രത്യേകത? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മുടെ റൈബോസോം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? നമുക്ക് മാംസ്യ സംശ്ലേഷണം നടത്താനായിട്ട് സഹായിക്കുന്ന റൈബോസോമുകൾ എവിടെ നിന്നാണ് നിർമ്മിക്കപ്പെട്ട് വരുന്നത്? മർമ്മകത്തിൽ നിന്നിട്ടാണ് നിർമ്മിക്കപ്പെട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ റൈബോസോം എവിടെ നിന്നാണ് നിർമ്മിക്കപ്പെട്ട് വരുന്നത്? നമ്മുടെ ഈ ഒരു മർമ്മകത്തിൽ നിന്നിട്ടാണ് അത് നിർമ്മിക്കപ്പെട്ട് വരുന്നത്. ഓക്കെ, ഗോളാകൃതിയിലാണ് ഈ ഒരു മർമ്മകം കാണപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ ഒരു ഗോളാകൃതിയിലാണ് ഈ ഒരു മർമ്മകം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മർമ്മകം എന്താണ് ചെയ്യുന്നത്? റൈബോസോം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അവസാനമായിട്ട് ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം നോക്കണം. എന്താണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്നു. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു പിക്ചറിൽ ഇങ്ങനെ വലക്കണ്ണികൾ പോലെ എന്തൊക്കെയോ ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ? എന്താണ് ഈ വലക്കണ്ണികൾ? നമ്മുടെ ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് നമ്മുടെ ഈ വലക്കണ്ണികൾ എന്ന് പറയുന്നത്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവയിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ഏതൊരു ജീവിയെ കുറിച്ചുള്ള സകല വിവരങ്ങളെയും ആ ജീവി ഏതെല്ലാം സമയത്ത് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീനുകൾ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ജീനുകൾ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ക്രൊമാറ്റിൻ ജാലികയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കോശത്തിന്റെ ഡിവിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ കോശ വിഭജനം നടക്കുന്ന സമയത്തിൽ ഈ ക്രൊമാറ്റിൻ ജാലിക ചുരുങ്ങി ക്രോമസോമുകളായിട്ട് മാറും. ഈ ക്രോമസോമിലാണ് DNA ഇരിക്കുന്നത്. DNAയിലാണ് നമ്മുടെ ഓരോ മാംസത്തിനെയും കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീനുകൾ ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 8ാം ക്ലാസ്സിന്റെ അടിസ്ഥാന ശാസ്ത്ര പാഠപുസ്തകത്തിലുള്ള 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ സെല്ലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടും വ്യക്തതയോടും കൂടി കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് KS മെന്റർ വൺ ഓഫ് ദി മോസ്റ്റ് റിസൾട്ട് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള ആയിട്ട് മാറിയിട്ടുള്ളത്. നമുക്ക്
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ നമുക്ക് LSTSനും LDക്കും വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ക്ലാസ്സസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.